ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ മെയിൻലി വീഡിയോസ് ഇടുന്നത് എൻ്റെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുന്ന ട്രിപ്സോ അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വ്ളോഗായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. സത്യം എനിക്ക് അതിൻ്റെ ചെയ്യേണ്ട രീതിയും അറിയില്ല. പക്ഷേ ഇന്നെനിക്ക് തോന്നി ഇതെന്തായാലും ചെയ്യണം, എന്തായാലും നിങ്ങളുടെ അടുത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം എന്നെപ്പോലെ പല യൂട്യൂബേഴ്സ് എന്ന് പറയാറായിട്ടില്ല, യൂട്യൂബിൽ വീഡിയോ ഇടുന്നല്ലോ, പല യൂട്യൂബ് ചാനലുള്ളവരും 300, 400 വീഡിയോസ് ഇട്ടിട്ട് വ്യൂസും കയറാതെ സബ്സ്ക്രൈബേഴ്സും കയറാതെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു, എൻ്റെ വീഡിയോസിനൊന്നും വ്യൂസ് കയറുന്നില്ലല്ലോ, എന്തുമാത്രം വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാനിങ്ങനെ പല ഇതുപോലെ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് കുറേ സെർച്ച് ചെയ്ത് പലരുടെയും വീഡിയോസ് കണ്ട് എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ കുറച്ച് ട്രിക്കുണ്ട്. ഈ ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ ട്രിക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. എൻ്റെ വീഡിയോസൊക്കെ ഗ്രാജ്വലി അതിൻ്റെ വ്യൂസ് അങ്ങ് കൂടി തുടങ്ങി. സത്യം ഞാൻ നല്ല വ്യൂസ് കിട്ടി തുടങ്ങി എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിന് എന്ന് വെച്ചാൽ ഷോർട്സിന് നല്ല വീഡിയോ. ഇപ്പോൾ ഷോർട്സിന് വ്യൂസ് കിട്ടി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് എൻ്റെ മെയിൻ വീഡിയോസ് ലോങ് വീഡിയോസിന് വ്യൂസ് കിട്ടി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ മാസമായിരുന്നു 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു 1K ആയപ്പോൾ. ഞാൻ ഒരിക്കലും കരുതില്ല ഒരു 200 സബ്സ്ക്രൈബറിൽ കിടന്നാൽ ഞാൻ പെട്ടെന്ന് ഒരു 800 സബ്സ്ക്രൈബറൊക്കെ കൂടി 1K എത്തുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ എത്തിയെങ്കിൽ എന്തായാലും നിങ്ങൾക്കും എത്താൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് ട്രിക്സ്, എങ്ങനെയാണ് എനിക്ക് വ്യൂസ് കയറിയത്, പിന്നെ എനിക്കിപ്പോൾ വ്യൂസ് കയറി തുടങ്ങിയപ്പോൾ തന്നെ വാച്ച് അവറും ഇപ്പോൾ കയറി തുടങ്ങി. എനിക്ക് എന്തായാലും ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ, ദിവസം എന്ന് പറയുക 2-3 മാസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മോണിറ്റൈസേഷൻ 4000 വാച്ച് അവർ കയറും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെയാണ് കയറട്ടെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഈ ട്രിക്കുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം, മുഴുവൻ കാണണം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ഓരോ സ്റ്റെപ്പും ഞാനിതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഇപ്പം എന്തായാലും ഇത് കാണുന്ന ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടാതിരിക്കില്ല, അത് ഷുവറാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ യൂട്യൂബിലോട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ കളിയാക്കാൻ പലരും കാണും. അയ്യോ നിനക്ക് വട്ടാണ്, നിനക്ക് വേറെ പണിയില്ലേ, വേറെ ജോലിയില്ല, ഇങ്ങനെ വീഡിയോ ചെയ്തിരുന്നാൽ മതി, ഇങ്ങനെ പലരും ചോദിക്കും. നിങ്ങൾ അതിനൊന്നും ചെവി കൊടുക്കുകയേ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് പറയാൻ മാത്രമേ അറിയാവൂ. നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കാര്യമാണ്, അത് നമ്മൾ ചെയ്യുക. അവരെന്തുവാണ് പറഞ്ഞോട്ടെ, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമ്മൾ ചെയ്യുക. നമ്മളങ്ങനെ ഉറച്ചൊരു കാര്യത്തിൽ നിന്നാൽ നമുക്ക് എന്തായാലും അതിൽ സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്നെ നെഗറ്റീവ് അങ്ങനെ അധികം ആരും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞവരുണ്ട് കേട്ടോ, ഇങ്ങനെ നിനക്ക് വട്ടല്ലേ ഇനി വീഡിയോ ചെയ്യും. പക്ഷേ എൻ്റെ ഫാമിലി സൈഡ് നോക്കുകയാണെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നാലും, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ പാപ്പ, എൻ്റെ ഇൻലോസ് ആയിരുന്നാലും, എൻ്റെ സഹോദരി, എൻ്റെ ബ്രദർ, അങ്ങനെ എല്ലാവരും, ഈവൻ എൻ്റെ മക്കൾ പോലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഞാൻ പറയും അമ്മ വീഡിയോ എടുക്കാൻ പോകണം, മുന്നേ ബഹളം വെക്കരുത്, അങ്ങനെ അവർക്ക് മനസ്സിലായി തുടങ്ങി, അത് എനിക്കിഷ്ടമാണ്, ഞാൻ ചെയ്യുന്നതാണ്, അവരതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ആ വഴിക്ക് നോക്കേ വേണ്ട. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് വ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് കൂടാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ ഡെയിലി ഷോർട്സ് ചെയ്യുക. എല്ലാ ദിവസവും മാക്സിമം ഒരു 3 ഷോർട്ടെങ്കിലും അപ്ലോഡ് ചെയ്യുക, മിനിമം ഒരെണ്ണമെങ്കിലും അപ്ലോഡ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇങ്ങനെ കൂടുന്നെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിൽ എൻ്റെ രീതിയിൽ കുറച്ച് ടൈമുണ്ട്. ഞാൻ കുറച്ച് ഓരോ ടൈമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ അത് യൂട്യൂബിൻ്റെ ആൽഗോരിതം അങ്ങനെയാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ ചെറിയ ബഹളം സൗണ്ട് വിളിക്കേക്കും തോന്നരുത്. രാവിലെ ഒരു 11 മണി, വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യും. പിന്നെ രാത്രി 12 മണി. ഈ 3 ടൈമിലാണ് എനിക്ക് മാക്സിമം വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കരുതും എല്ലാ ദിവസവും നമുക്കിപ്പോൾ 11 മണി 6 മണി 12 മണി എന്നിങ്ങനെ ഇരുന്ന് എപ്പോഴും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ജോലിക്ക് പോകുന്നവർ കാണും, പല തിരക്കുകളും. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഷെഡ്യൂൾ വെക്കുക. ആ വീഡിയോയ്ക്ക് ഇത് ഇത്ര സമയത്തിന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ്, ഇത് ഇത്ര. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ടൈമിൽ അത് അങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് അപ്പോഴേ അങ്ങ് അപ്ലോഡ് ചെയ്ത് കളയരുത്. ആദ്യം അത് നമ്മളിതുപോലെ കുറച്ച് സമയത്തേക്ക് യൂട്യൂബിൽ പ്രൈവറ്റ് ആക്കിയോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കിയോ അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മളെ വീഡിയോസ് മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്ത് നമ്മളെ വീഡിയോസ് എന്ത് ചെയ്യുള്ളൂ ഇടുമ്പോൾ നമുക്ക് നിറയെ വ്യൂസ് കിട്ടും. അല്ലാതെ നമ്മൾ ആദ്യമേ എടുത്തങ്ങ് ഇട്ട് ആ സ്പോട്ടിനെ പബ്ലിക്കാക്കിയാൽ നമുക്ക് വ്യൂസ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇത് മാറ്റി ഞാൻ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ടൈം ഇങ്ങനെയാണ് എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് വ്യൂസ് കിട്ടി തുടങ്ങി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് 11 മണി 6 മണി 12 മണി ഈ ടൈമിലൊക്കെ വ്യൂസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടണം എന്നില്ല. ഈ ടൈം നിങ്ങളുടെ ആൽഗോരിതം നോക്കണം. അത് എൻ്റെ ഒരു ഫ്രണ്ട്, യൂട്യൂബിലൊക്കെ വളരെയധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള എനിക്കൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഉച്ചയ്ക്ക് 3 മണിക്കും രാത്രി 8 മണിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ ചെയ്തു നോക്കിയപ്പം എനിക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല, എനിക്ക് വ്യൂസേ കയറുന്നില്ലായിരുന്നു. അപ്പോഴും ഞാൻ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് നോക്കിയപ്പോൾ മനസ്സിലായി എൻ്റെ വീഡിയോസ് വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന ടൈം എന്ന് വെച്ചാൽ ഈ എത്ര മണിക്കാണ്, ഈ 11 മണിക്കും 6 മണിക്കും 12 മണിക്കും ആ ടൈമിലൊക്കെയാണ് വ്യൂവേഴ്സിൻ്റെ വ്യൂ കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ സമയം അങ്ങനെ നിങ്ങൾ ടൈം നോക്കി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വ്യൂസ് കൂടും. അത് നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുമ്പോഴേക്കും എന്തായാലും നമ്മുടെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് വ്യൂ കിട്ടിക്കഴിഞ്ഞത്, നമുക്കിപ്പോൾ എനിക്കൊക്കെ പണ്ട് 1K ഒരു വ്യൂ കിട്ടുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷം, അങ്ങനെ കിട്ടാറേ ഇല്ല. പക്ഷേ ഞാൻ ഈ അൽഗോരിതം ഒക്കെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് വ്യൂസ് കൂടാൻ തുടങ്ങി. ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് വന്നപ്പോഴേക്കും ബാക്കിയുള്ള വീഡിയോസും ഓട്ടോമാറ്റിക്കലി വ്യൂ കയറി തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്തായാലും ഷോർട്സിൽ നമുക്ക് വീഡിയോ സക്സസ് ആകും. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഒരു പോളിസി ഉണ്ട്. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 365 ദിവസത്തിനകത്ത് നമുക്ക് 4000 അവേഴ്സും കംപ്ലീറ്റ് ആവണം. 90 ഡേയ്സിനകത്ത് 10 മില്യൺ വ്യൂസും കംപ്ലീറ്റ് ആവണമെന്നാണുള്ളത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷോർട്സ് ഇടുന്ന ചാനലുകൾക്ക് പെട്ടെന്നൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങ് വൈറലായ ഈ 10 മില്യൺ വ്യൂസ് എന്നൊക്കെ പെട്ടെന്ന് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ വൈറലാവണം. അപ്പോൾ എന്നാൽ 4000 അവേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് പാടാണ്, നമുക്ക് നല്ല പണിയെടുക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങും. ഓട്ടോമാറ്റിക്കലി അങ്ങ് വാച്ച് അവർ കൂടും. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട പ്രധാന കാര്യം, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമെന്ന് കരുതി എന്നും അപ്ലോഡ് ചെയ്യുക. ഇപ്പം ഞാനൊരു സിമ്പിൾ ഷോർട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇപ്പം നിങ്ങളൊരിക്കലും ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കണ്ടൻറ് ഇല്ല അങ്ങനെ ഒന്നും നോക്കട്ടെ. നിങ്ങൾ രാവിലെ ഉറക്കണിക്കുമ്പോൾ ഒരു ചായ ഇടുന്നില്ലേ, ചായ ഇട്ട് കുടിക്കുന്നില്ലേ? നിങ്ങൾ ആ ചായ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചായയിൽ ഞാനിങ്ങനെ ബ്രെഡ് മുക്കി കഴിക്കുന്നത്, അതിൽ വേറെ ഒരു കണ്ടൻറ്റും ഇല്ല. നല്ല ഒരു വൈറലായിട്ട് നിങ്ങൾ ട്രെൻഡിങ് മ്യൂസിക് ഇട്ട് മാത്രമേ ഷോർട്സ് ചെയ്യാവൂ. പിന്നെ ഓൺ വോയിസ് ചെയ്യാൻ കേട്ടോ.
ഓൺ വോയിസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓൺ വോയിസ് ഇട്ട് കാര്യമുള്ളൂ. ഇപ്പം ഈ ചായയിൽ ഇങ്ങനെ ബ്രെഡ് മുക്കി തിന്ന ആ വീഡിയോയിൽ ഞാനൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് എടുത്തു. ഞാൻ കൂടുതലും ട്രെൻഡിങ് മ്യൂസിക് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ KL ബിജു ബ്രോ ഇല്ലേ, അവരുടെ ചാനലിൽ അവരുടെ ഷോർട്സിൻ്റെ മ്യൂസിക് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതിന് അത്രയ്ക്ക് മാത്രം വ്യൂസ് ഉള്ള ഒരു ചാനലാണ്. അപ്പം അവരുടെ ചാനലിൽ മ്യൂസിക്കൊക്കെ ട്രെൻഡിങ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ആ മ്യൂസിക് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലോട്ട് ഞാൻ ഇടുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് ട്രിക്കുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിലൊരു കണ്ടൻറ്റും ഇല്ല. പക്ഷേ ഞാനിങ്ങനെ ചായയിൽ ബ്രെഡ് മുക്കി കഴിക്കും. അത് പെട്ടെന്ന് അതിൻ്റെ വ്യൂസ് അങ്ങ് കയറി. അപ്പോൾ ഇതുപോലെയാണ് പല കാര്യം. പിന്നെ ഓൺ വോയിസ് കൊടുക്കാം. ഓൺ വോയിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നു, അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ കുറേ നേരം എടുക്കാം. ചെറിയ ചെറിയ സ്കിപ്പായിട്ട് കുഞ്ഞായിട്ട് ഷോർട്ടായിട്ട് എടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങളിങ്ങനെ പോയിരുന്നു. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ഓൺ വോയിസ് മെത്തേഡൊക്കെ. നിങ്ങൾക്ക് കത്തുമ്പോൾ ഇത് മെത്തേഡൊക്കെ അറിയാമായിരിക്കും. ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട രീതികളിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൊണ്ടായിരിക്കും നമുക്കൊക്കെ ഈ വാച്ച് ടൈമും അല്ലെങ്കിൽ വ്യൂസൊക്കെ കുറയുന്നത്. അതിന് വേണ്ടിയുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു തംബ്നെയിൽ ഇടണം. എന്തായാലും അടിപൊളി തംബ്നെയിൽ നമ്മളിടണം. തംബ്നെയിൽ ഇപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ആദ്യം കണ്ടിട്ട് തംബ്നെയിൽ കണ്ടിട്ട് ഇത് കൊള്ളാലോ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് ആൾക്കാർ നോക്കി വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു തംബ്നെയിൽ ഇടുകയാണ്. ഞാനിതുപോലെ ഒരു ഫുഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാനൊരു ബിരിയാണി, അല്ലെങ്കിൽ ഞാനൊരു തംബ്നെയിൽ എനിക്ക് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താ ഒരു അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ. സ്കൂളിൽ എൻ്റെ മോൻ സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ സ്കൂൾ ആ വീഡിയോ അങ്ങനെ ഇട്ടു. പക്ഷെ അതിൻ്റെ തംബ്നെയിൽ ഞാൻ കൊടുത്തു അന്ന് സ്കൂളിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് കണ്ടോ, ഇങ്ങനെ ഒരു വെറുതെ ഒരു തംബ്നെയിൽ അങ്ങനെ ഇട്ടതാണ്. പക്ഷെ ആൾക്കാരത് ക്യാച്ച് ചെയ്യും, എന്താ സംഭവിച്ചത്, അങ്ങനെ പെട്ടെന്ന് കണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഗുണമുണ്ട്. പിന്നെ കുട്ടികളുടെ വീഡിയോ ആൾക്കാർ കുറച്ചുകൂടെ കാണും. കുട്ടികളുടെ അവരുടെ കളിയും ചിരിയൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെ അതുപോലെ തംബ്നെയിലിനൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടുണ്ട് നമ്മളെ വീഡിയോയ്ക്ക്. ഇതുപോലൊരു നമ്മൾ ഫുഡ് ഉണ്ടാക്കി, ഇതുപോലൊരു ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് കാണില്ല, അടിപൊളിയാണ്, ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ചെയ്യണം. പക്ഷെ തംബ്നെയിലിടുന്ന ടൈറ്റിലും തംബ്നെയിലിലെ കണ്ടൻറ്റും ടൈറ്റിലും ഒരുപോലെ ഇടരുത്. ടൈറ്റിൽ നമുക്ക് ഇന്നത്തെ ദിവസം ടുഡേയ്സ് വ്ളോഗ് എന്നാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ തംബ്നെയിൽ ഇന്നത്തെ ദിവസത്തിൽ നടന്ന ഇങ്ങനെ ഒരു ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ് വെറൈറ്റി ആയിട്ടൊക്കെ ചിന്തിച്ചൊക്കെ ഇങ്ങനെ ഇടണം. അപ്പോൾ അത് ഉപകാരപ്രദമാകും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, ക്രിയേറ്റർ സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സ് ഓപ്ഷനിൽ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യണം. കാറ്റഗറി സെലക്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് പീപ്പിൾ ആൻഡ് ബ്ലോഗ് എന്ന കാറ്റഗറി തന്നെ ഇടണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ എൻ്റർടൈൻമെൻറ്റാണ് കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യമില്ല, വ്യൂസ് കൂടില്ല. ഞാൻ അങ്ങനെ ഇട്ടിരുന്നത്. അത് മാറ്റി പീപ്പിൾ ആൻഡ് ബ്ലോഗ് എന്ന് ഞാൻ എന്നാക്കിയോ ഒരു 2 days കഴിഞ്ഞപ്പോൾ ആക്ച്വലി എൻ്റെ വ്യൂസ് പതുക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ വ്യൂസ് കൂടുമ്പോൾ വാച്ച് അവറും. നിങ്ങൾ കരുതും വ്യൂസും വാച്ച് അവറും വേണമെങ്കിൽ നമുക്ക് മില്യൺ വ്യൂസ് അല്ലെങ്കിൽ വാച്ച് അവർ കൂടെ അല്ലെങ്കിൽ ഒരു കുറേ വ്യൂസൊക്കെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നതെന്ന് വെച്ചോ, നമുക്കതിൽ 100 വ്യൂവേഴ്സേ ഉള്ളൂ. പക്ഷേ ആ 100 വ്യൂവേഴ്സ് നമ്മളെ 10 മിനിറ്റ് വീഡിയോയും കാണണം. അങ്ങനത്തെ വീഡിയോസ് ചെയ്യണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, 100 × 10 1000 മിനിറ്റ് നമുക്ക് ആ ഒരു വീഡിയോ നിന്ന് കിട്ടുകയാണ്. 1000 മിനിറ്റ് 1000 ഡിവൈഡ് ചെയ്ത് നോക്കും, 60 ഉണ്ട്, എത്ര കിട്ടും? അത്രയും വാച്ച് അവർ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ ഒരു 10 മിനിറ്റുള്ള വീഡിയോ 50,000 പേര് കണ്ടാലോ, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 50K ആൾക്കാർ കണ്ടാൽ നമുക്ക് 50,000 ഇൻറ്റു 10 മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടെ വാച്ച് അവർ 8000 വാച്ച് അവറിൽ കൂടുതൽ നമുക്ക് കിട്ടും. നമുക്കപ്പോൾ ഒരു 25,000 പേര് കണ്ടാലും മതി 10 മിനിറ്റുള്ളൊരു വീഡിയോ, നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലേ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തോരം വീഡിയോസ് ചെയ്യുന്നു. എൻ്റെ ചാനലിൽ തന്നെ 400ഓളം വീഡിയോസ് ഉണ്ട്. പക്ഷേ എല്ലാ വീഡിയോസിനും എനിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ
ഒരു 2.3K ഉണ്ട്, 1K, 3K. അപ്പോൾ ഇതെല്ലാം കൂടെ മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വാച്ച് അവർ കുറച്ചായി തുടങ്ങി. ഒരു വീഡിയോ ഇപ്പോൾ ചില വീഡിയോയ്ക്കും വാച്ച് അവർ ഇല്ലല്ലോ, ഒരു വീഡിയോയ്ക്കും പോലും ഒരു 10K പോലും ഇല്ലല്ലോ. അങ്ങനെ കണ്ട് നമ്മൾ അത്രയ്ക്ക് മാത്രം വീഡിയോസ് ചെയ്യുന്നുണ്ട്. 365 ദിവസത്തിനകത്ത് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും പരിശ്രമിച്ചാൽ കിട്ടും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്തായാലും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഷോർട്സ് എന്നും ഷോർട്സ് ഇടണം. പിന്നെ അതുമാത്രമല്ല, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം നോക്കണം. എത്ര സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ടൈം നോക്കണം. പിന്നെ ചെയ്യേണ്ടത് സെറ്റിങ്സ് മാറ്റണം. സെറ്റിങ്സിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ് എന്ന് കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തംബ്നെയിൽ അടിപൊളിയാക്കണം. പിന്നെ കോപ്പിയടി കണ്ടൻറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് കോപ്പിയടി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കമ്മ്യൂണിറ്റി വയലൻസ് അറിയാമല്ലോ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലൻസ് നടക്കുമ്പോൾ നമുക്ക് 3 എണ്ണമായ നമ്മുടെ ചാനൽ മൊത്തത്തിൽ അങ്ങ് പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക്, എനിക്ക് പക്ഷേ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ കോപ്പിയടി ചെയ്തതല്ല. എൻ്റെ മക്കളുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ മോള് ഉടുപ്പിട്ടിട്ടില്ലായിരുന്നു, കുഞ്ഞല്ലേ. അപ്പോൾ എനിക്കറിയില്ല, അത് ക്യൂട്ട് വീഡിയോ ആയിരുന്നു, ഒരു ചിക്കൻ ലെഗ് കഴിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തു. പക്ഷേ അതെനിക്ക് പണി തന്നു. ആ വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ അതിനെതിരെ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ കൊടുത്തു വിട്ടു. ഇനി അങ്ങനെ വീഡിയോ ചെയ്യില്ല എന്ന് നമ്മൾ അതിൽ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇതിലുണ്ട്, സ്റ്റുഡിയോയ്ക്കകത്തുണ്ട്. അങ്ങനെ ചെയ്തു. അങ്ങനെ 90 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വയലൻസ് മാറിയത്. അപ്പോൾ വയലൻസ് മാറിയത്. സോ നിങ്ങൾ എന്തായിരുന്നാലും ഈ ട്രിക്കൊക്കെ ഉപയോഗിക്കണം. പിന്നെ ഒരു മെയിൻ ട്രിക്ക്, എത്ര നോക്കിയിട്ടും വാച്ച് അവർ കൂടുന്നില്ല എന്നുള്ളവർക്ക് ഞാനൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊക്കെ എക്സ്ട്രാ ഫോൺ കാണില്ലേ. ഇത് ഭയങ്കര വലിയൊരു കള്ളത്തരമല്ല, ഇങ്ങനെ നമുക്ക് കൂട്ടാം. വാച്ച് അവർ എക്സ്ട്രാ ഒരു ഫോൺ കാണൂലേ. അപ്പം ആ ഫോണിൽ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ID ഒന്നും ലോഗിൻ ചെയ്തിട്ടില്ലാത്ത ഒരു ഫോണായിരിക്കണം. അതിൽ യൂട്യൂബ് എടുക്കുക, നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് ഈ സെറ്റിങ്സിൽ പ്ലേബാക്ക് സ്പീഡ് 0.25 എന്നിട്ട് കാണുക. അപ്പോൾ വളരെ പതുക്കെ നമ്മളെ വീഡിയോ മൂവ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് ആ സൗണ്ട് കുറച്ച് നമ്മൾ മേശപ്പുറത്ത് എവിടെയെങ്കിലും അങ്ങ് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ 4 മിനിറ്റുള്ളൊരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ ഫുൾ പ്ലേ ചെയ്ത് തീരുമ്പോൾ 4x4 16 മിനിറ്റായിട്ട് ആ വീഡിയോ മാറുകയാണ്. അപ്പം നമ്മുടെ വാച്ച് അവറിൽ ആ 16 മിനിറ്റ് കൂടുകയാണ്. അതായത് 1 മണിക്കൂറുള്ള വീഡിയോ നമ്മൾ ഈ പ്ലേബാക്ക് സ്പീഡ് 0.25 കണ്ടാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ ആ വീഡിയോ തീരും. നമ്മൾ പോലും അറിയില്ല, എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പം നമുക്ക് 4 മണിക്കൂറാണ് ആ ഒരു വാച്ച് ടൈമിൽ കൂടെ കിട്ടുന്നത്. മനസ്സിലായോ? ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഈ സെയിം പ്രോസസ്സാണ് നമ്മൾ യൂട്യൂബ് ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ, ഇതുപോലെ ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്തു തരാം. അവർ 10,000-കണക്കിനും പൈസ വാങ്ങിച്ചിട്ടാണ് നമുക്കിത് ചെയ്യുന്നത്. അവരിതുപോലെയാണ് പല ഫോണുകൾ ഉപയോഗിച്ചും റോബോട്ടിക് വ്യൂസിനെ കുറിച്ച് എനിക്കറിയില്ല. ഇങ്ങനെ മാനുവലായിട്ട് അവർ ചെയ്യുന്നത്. ഇതുപോലെ അവരുടെ കയ്യിൽ 10-15ഓളം ഫോണുകൾ കാണും. നമ്മളെ മെയിൽ ID അത് വേറെ ആയിട്ട് യൂട്യൂബ് ചാനൽ എടുക്കുന്നു, പ്ലേബാക്ക് സ്പീഡ് കുറച്ച് വയ്ക്കുന്നു, ഓണാക്കി വയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഫോണിൽ നിന്ന് 15 മണിക്കൂർ ഒരു ദിവസം വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു 3 ഫോണുണ്ടെങ്കിൽ 45 മണിക്കൂർ ആവേണം. 90 ദിവസം എന്നൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ 120 ദിവസം നമുക്ക് വാച്ച് ഓവർ സിമ്പിളായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് അത്രയും ഫോണൊന്നും സംഘടിപ്പിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, അതിന് പറ്റില്ല. അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ സിമ്പിൾ ആരസായി. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, എത്ര വാച്ച് അവർ കിട്ടിയിരുന്നാലും പിന്നീട് ഡോളർ എന്നൊരു സംഭവം നമ്മളെ അക്കൗണ്ടിൽ ആഡ്സെൻസിലോട്ട് വരണമെങ്കിൽ ആൾക്കാർ കണ്ട ആഡ് കാണണം. ഇത് മോണിറ്റൈസേഷന് മാത്രമേ പറ്റുള്ളൂ. ആഡ് വന്നാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ, മോണിറ്റൈസേഷനായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കുറുക്ക് വഴികളാണ്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു നല്ല ഒരു വീഡിയോ ചെയ്താൽ മതി, നമുക്കിത്
ഈ വാച്ച് ടൈമൊക്കെ പെട്ടെന്ന് കൂടിക്കോളും. പിന്നെ വാച്ച് ടൈം ഒട്ടും കൂടുന്നില്ല എന്ന് പറയുന്നവർക്കാണ് ഞാൻ ഈ ട്രിക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും ഈ ട്രിക്കൊക്കെ ഒന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് ഒരു പാടായിട്ട് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഒന്നും തോന്നരുത്, എനിക്ക് സംസാരിക്കുമ്പോൾ കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഉറപ്പ് വരുന്നു, എന്തായാലും നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഇത് കാരണം ഒരു ഉപകാരം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.